A nurse in a neonatal care unit receives a telephone call to prepare for the admission of a newborn with the APGAR score of 1 and 4 at 41 weeks gestation. In planning for admission of this newborn, what is the nurse's highest priority? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും ഒരു സിനാരിയോ വരും. ആ സിനാരിയോയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, പിന്നെ അതിന് ഓപ്ഷൻസ് വരും. അതെല്ലാം ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ട്. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻഗ്ലക്സ് സാറിന് സ്റ്റാൻഡ് അലോൺ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അത് ഫെമിലിയറൈസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഫർദർ മൂവ്മെൻറ്റിലേക്ക് കടക്കാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാകാതെ ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പാടില്ല. വൺസ് നമ്മൾ ആൻസർ ചെയ്താൽ പിന്നെ നമുക്ക് റിട്ടേൺ വന്നിട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം അപ്ഗാർ സ്കോറാണ് 1 and 4 അപ്ഗാർ സ്കോറ്. ഇതിന് അഡ്മിഷൻ വരുന്ന ബേബിയാണ്. ഇതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി ആണ് ഇവരതിൻ്റെ ചോദിക്കുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി മീൻസ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നമ്മൾ ഓപ്ഷൻ നോക്കിയില്ല. ഓപ്ഷൻസ് എല്ലാം 1, 2, 3 എന്ന് പ്രയോറിറ്റി ഉള്ളതാണ്. പക്ഷേ അവർ ചോദിക്കുന്ന ഹയസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇതൊരു സ്ട്രാറ്റജിക് വേർഡാണ്. ഈ സ്ട്രാറ്റജിക് വേർഡ് അനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സ്ട്രാറ്റജിക് വേർഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പല ടൈപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഹയസ്റ്റ് പ്രയോറിറ്റി മീൻസ് പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ്: ടേൺ ഓൺ ദ അപ്നിയ ആൻഡ് കാർഡിയോ പൾമിനറി മോണിറ്റർ, കണക്ട് ദ റെസിസിറ്റേഷൻ ബാക്ക് ടു ദ ഓക്സിജൻ ഔട്ട്ലെറ്റ്, set up the intravenous line with 5% dextrose water, set the radiant warmer control temperature 36.5 degrees Celsius. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ്. ഇതിന് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, നമ്മൾ അപ്ഗാർ സ്കോർ അറിയണം. 2, അപ്ഗാർ സ്കോറിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് അറിയണം. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഗാർ സ്കോർ നന്നായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ അപ്ഗാർ സ്കോർ എന്ന് പറഞ്ഞാൽ അറ്റ് ബർത്തിൽ ബേബിയുടെ സ്റ്റാറ്റസ് അസസ് ചെയ്യുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റമാണ്. ഇത് വെർജിന അപ്ഗാർ 1953 മുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റമാണ്. എപ്പോഴും നമ്മൾ NICUയിൽ ഫസ്റ്റ് പ്രൈമറി യൂസ് ചെയ്യുന്ന അസസ്മെൻറ്റ് ടൂളാണ് അപ്ഗാർ. ഇതിൻ്റെ അകത്ത് 5 ക്രൈറ്റീരിയാസ് അനുസരിച്ചാണ് നമ്മളിതിനെ കൊച്ചിനെ അസസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഈ അപ്ഗാർ എന്ന സിനോണിം ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ്, അപ്ഗാറിൻ്റെ അകത്ത് A ആണ്. ഇത് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് ബ്ലൂ ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലൂ ആണെങ്കിൽ 0 കൊടുക്കും. എക്സ്ട്രീമിറ്റീസ് മാത്രം ബ്ലൂ ആണെങ്കിൽ 1 കൊടുക്കും. സ്കോർ 2 കൊടുക്കുന്നത് കൊച്ച് കംപ്ലീറ്റ് പിങ്ക് ആണെങ്കിലാണ്. ഈ രീതിയിൽ നമുക്കിതിനെ അസസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പൾസ് റേറ്റ് 0 ആണെങ്കിൽ ഇതിന് 0 സ്കോർ കൊടുക്കും. ലെസ് ദാൻ 100 ആണെങ്കിൽ 1, മോർ ദാൻ 100 ആണെങ്കിൽ 2 സ്കോർ കൊടുക്കും. ഗ്രിമേസ് മീൻസ് അതിൻ്റെ റെസ്പോൺസ് ആണ്. റോ റെസ്പോൺസ്, ബേബി ഫ്ലാസ്ഡ് ആണ്, ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ അതിന് 0 കൊടുക്കും. ചെറിയതായിട്ടുള്ള ആക്ടിവിറ്റീസും വീക്ക് ക്രൈ ഉണ്ടെങ്കിൽ അതിന് 1 കൊടുക്കാം. ഇതിന് ഈ കൂടുതൽ നല്ല ആക്റ്റീവ് ക്രൈ ആണ് അതിന് 2 സ്കോർ കൊടുക്കാം. ആക്ടിവിറ്റി, മൂവ്മെൻ്റ് ഇല്ല, ആക്ടിവിറ്റീസ് ഫ്ലാസ്ഡ് ബേബിയാണ്, 0 ആണ്. ജസ്റ്റ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഒക്കെ മൂവ് ചെയ്യുന്നു, അതിന് 1 ആണ്. ആക്റ്റീവ്, ഭയങ്കര ആക്റ്റീവായിട്ട് കരഞ്ഞാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് 2 സ്കോർ കൊടുക്കും. അടുത്തത് റെസ്പിറേഷൻ, നോ റെസ്പിറേഷൻ മീൻസ് അപ്നിക്ക് 0 കൊടുക്കും. ഷോളോ ബ്രീത്തിങ് ആണ്, ആക്റ്റീവ് ബ്രീത്തിങ് ഇല്ല, 1 കൊടുക്കും. സ്ട്രോങ് ക്രൈ ആണെങ്കിൽ ഇതിന് 2 കൊടുക്കും. ഈ രീതിയിൽ നമ്മൾ അപ്ഗാർ സ്കോർ ചെയ്യണം. അപ്പോൾ ഈ കൊച്ചിൻ്റെ 1 and 4 എന്ന് പറഞ്ഞാൽ ഈ അപ്ഗാർ സ്കോർ ചെയ്യുന്ന ടൈം അറ്റ് ബർത്ത് 1 മിനിറ്റിൽ 5 മിനിറ്റിൽ ഈ 2 സമയത്താണ് അപ്ഗാർ സ്കോർ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ അനുസരിച്ച് 1 മിനിറ്റിൽ ഫസ്റ്റ് മിനിറ്റിൽ 1 ആണ് കൊച്ചിൻ്റെ അപ്ഗാർ, 5 മിനിറ്റിൽ കിട്ടിയേക്കുന്നത് 4 ആണ്. അതായത് കൊച്ചിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 1 ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇവിടെ എല്ലാം 0 ആയിരിക്കും. എവിടെയെങ്കിലും ഒരു വ്യത്യാസം വന്നതുകൊണ്ടായിരിക്കും 1. എവിടെയെങ്കിലും ഒരു ചെറുത്, മേ ബി ഒരു എക്സ്ട്രീമിറ്റീസ് ആകാം, അല്ലെങ്കിൽ സ്ലോ ബ്രീത്ത് ആകാം. ഈ ഒരൊറ്റ 1 ഉള്ളൂ. ബാക്കി എല്ലാം ബേബിക്ക് അബ്നോർമൽ സൈനാണ്. 5-ാമത്തെ മിനിറ്റ് ആകുമ്പം 4 ആകാം. അത് എവിടെയെങ്കിലും എല്ലാത്തിനും 1, 1, 1 വന്നു. ഒരിടത്ത് മാത്രം 0 വന്നാലും 4 ആകും. അപ്പോഴും കൊച്ച് ഒരു ആക്റ്റീവ് സ്റ്റേജിലല്ല. ഇതാണ് അപ്ഗാർ സ്കോർ.
ഇനി അബ്ഗാർ സ്കോർ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് 8 to 10 ആണ്. 8 to 10 ആണെങ്കിൽ ഇത് നോർമൽ ബേബിയാണ്. ഈ ബേബിനെ മദറിൻ്റെ അടുത്ത് വിടാം, നോ ഇഷ്യൂ, വി ക്യാൻ ട്രാൻസ്ഫർ വിത്തൗട്ട് എനി ഇഷ്യൂ. സോ 8 to 10 അബ്സല്യൂട്ട്ലി ഫൈൻ ആണ്. 4 to 7 ജെൻറ്റിൽ സ്റ്റിമുലേഷൻ, 4 to 7 ജെൻറ്റിൽ സ്റ്റിമുലേഷനും ജസ്റ്റ് ഓക്സിജനും കൊടുക്കാം. ആ ഒരു ക്രൈറ്റീരിയം ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ മതി. 0 to 3 അതായത് ബേബി നീഡ് റെസിസിറ്റേഷൻ, അതായത് ഏറ്റവും മാക്സിമം ആണ് 0 to 3. അപ്പോൾ നമ്മുടെ ബേബിക്ക് അറ്റ് ബർത്തിൽ 1 ആയിരുന്നു, അതും എത്രയാണ് 3ക്ക് താഴെയാണ്. 5 മിനിറ്റിലാണ് 4 വന്നത്, അതും റെസിസിറ്റേഷൻ ആവശ്യമുള്ള കണ്ടീഷനാണ്. അപ്പോൾ അബ്ഗാർ സ്കോർ അറിയണം, അബ്ഗാർ സ്കോറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അറിയണം. ഓരോ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് അറിഞ്ഞാലാണ് നമുക്കിതിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് നോക്കിയാൽ എന്തൊക്കെ നമ്മൾ വേണം. ഒരു കൊച്ചിനെ റെസിസിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഇതിന് നമുക്ക് ABC ഗൈഡ് ലൈൻ അല്ലെങ്കിൽ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ പാറ്റേണിലാണ് ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ക്രമീകരിക്കേണ്ടത്, അതായത് അറേഞ്ച് ചെയ്യേണ്ടത്. ABC അല്ലെങ്കിൽ മാസ്ലോ ഹൈറാർക്കി ഓഫ് ലോ, ആ തിയറി അനുസരിച്ച്. അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സാണ്. ഈ ബേസിക് നീഡ്സാണ് ABCയിലും വരുന്നത്. സോ ABC ഗൈഡ് ലൈൻ, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അടുത്തത് ടേൺ ഓൺ ദ അപ്നിയ ആൻഡ് കാർഡിയാക് മോണിറ്റർ, നമ്മളത് ചെയ്യണം. കണക്ട് ദ റെസ്പിറേറ്ററി ബാക്ക് ടു ദ ഔട്ട്ലെറ്റ് ചെയ്യണം. സെറ്റപ്പ് ദ ഇൻട്രാവീനസ് ലൈൻ വേണം. ആൻഡ് റേഡിയൻ വാമർ സെറ്റ് ചെയ്യണം, ഇതും വേണം. പക്ഷേ ഒരു ബേബിക്ക് നമുക്ക് ആദ്യം എലിമിനേഷൻ ചെയ്യുന്നത് കാർഡിയാക് മോണിറ്റർ ഫസ്റ്റ് പ്രയോറിറ്റി ആകാൻ ചാൻസ് ഇല്ല. നമ്മളിതൊന്നും ചെയ്യാതെ കാർഡിയാക് മോണിറ്റർ സെറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ട് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് റേഡിയൻ വാമർ ഓൺ ചെയ്യണം. റേഡിയൻ വാമർ അതിൻ്റെ സെറ്റ് ടെമ്പറേച്ചർ ചെയ്യണം, അതും പ്രയോറിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ട് നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇൻട്രാവീനസ് ലൈനും വേണം, ഫ്ലൂയിഡും വേണം. അതിനും ഹയസ്റ്റ് പ്രയോറിറ്റി അല്ല, അതിലും മുമ്പിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ABC അനുസരിച്ച് ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണ്? എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. ഇതിൻ്റെ അകത്ത് എയർവേ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതാണ്? ഓക്സിജനാണ്. ബാഗിങ് ചെയ്യുക, ഓക്സിജൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ രീതിയിലാണ് എൻഗ്ലെക് സാറിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഈസി ആയിട്ടുള്ളൊരു ഐഡിയ വരും. വളരെ സിമ്പിളായിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻഗ്ലെക് സാറ് എല്ലാവർക്കും സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. ഇത് ഏറ്റവും നല്ല അവസരമാണ് നേഴ്സസിന്. US, കാനഡ എന്നുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഉള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ കാനഡയിലോ കാനഡയല്ല അയർലൻഡോ UK ഒന്നും കെയർ വിസയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യണം.